ഹലോ ഗായ്സ്, അപ്പോൾ ദേ എൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു ക്യാബേജ് തോട്ടമാണ് ഇത്. ഒരു 7-8 ഉണ്ടായിട്ടുള്ളൂ. അത്രേ നമുക്ക് ഉള്ളായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത്, ഡിസംബർ ടൈമിലായതുകൊണ്ട്. ഇതിപ്പോഴാണ് എനിക്കിതിനകത്ത് കായ ഉണ്ടായി തുടങ്ങിയത്. ചെറിയ കായ്ക്കളൊക്കെ ഉണ്ട് കേട്ടോ അകത്ത്. പിന്നെ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നു നടേണ്ടത്. എങ്കിലും നേരത്തെ നട്ടിരുന്നെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ജനുവരി സമയമാകുമ്പോഴേ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ കണ്ടില്ലേ, എൻ്റെ ക്യാബേജിൻ്റെ അകത്തൊക്കെ എന്തോ പുഴു കയറിയതാണെന്ന് തോന്നുന്നു. 1-2 എണ്ണത്തിന് ആ ഒരു പ്രശ്നമുണ്ട്, പുഴു കയറിയത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ചെറിയ പുഴുവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തപ്പിയെടുക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ആദ്യമേ നോക്കിയെടുക്കുവാണെങ്കിൽ ഇതിന് നമുക്ക് എന്താണ് കയറിയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേനെ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് പുഴുവും കഴിച്ചോട്ടെ. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ നടുന്നൊരു വെജിറ്റബിൾ അല്ലല്ലോ ക്യാബേജ്. മഴയായി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമുക്ക് നട്ടുവെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിൻ്റെ ഇലയെല്ലാം ഒരു പരുവായി മാറും, മഴയത്താകെ നാശമായി പോകുമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ക്യാബേജ് ഒക്കെ നട്ടു കൊടുക്കണം കേട്ടോ. നമ്മൾ ഗാർഡനിലൊക്കെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടില്ല, ഇതിൻ്റെ ഇലയോരുടെ ഒരു ഭംഗി കൊണ്ടായിരിക്കും. പിന്നെ ഇത് നട്ട് വെക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു 4-5 ഇല പരുവാകുമ്പോഴത്തേക്കും നമ്മൾ തൈ നട്ടിട്ട് ഒരു ആഴ്ചയിൽ ഒരിക്കൽ വീതം നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ, പച്ചില വളമായാലും ജൈവ സ്ലറി ആയാലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ചെടിയുടെ അവിടുന്ന് അകത്തി നമ്മൾ അഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഇലയ്ക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് തരാനും അത് എളുപ്പം കായുണ്ടാകാനും വലുതാകാനും പറ്റുന്നുണ്ട്. നമ്മൾ മുന്നേ ഒരു ദിവസം ക്യാബേജ് നട്ടപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാബേജ് വളരെ ചെറുതായിരുന്നു. ഒരു ചെറിയൊരു ക്യാബേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ ഇല തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങളും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.